എന്നാലും ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയില്ല. ഒഴിയും. എപ്പോ? നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും. അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ വേണ്ടെന്നറിയാമോ? സൗന്ദര്യം, മുട്ടറ്റം മുടി, സർക്കാർ ജോലി, സിറ്റിയിലൊരു വീട്. പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവ് NH-47 കിടന്നുറങ്ങോ? അല്ല, ഈ 3 ഡിമാൻഡും ഒത്ത ഒരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും. അയ്യോ, പെര നിറഞ്ഞു നിൽക്കല്ലേ. അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണം. ഒന്ന് ഒതുങ്ങി തരണേ. അതിനുള്ള ഗ്യാപ്പിൽ വിട്ടേക്കാം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത് ശിവശങ്കരൻ വന്നിരുന്നു. ആതിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ? അതിവിടെ തന്നിട്ടുണ്ട്. എവിടെ നോക്കട്ടെ നോക്കട്ടെ. മേരി കണ്ടതുപോലല്ല. അതെ, ഫോട്ടോയിൽ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലുണ്ടായിരുന്നു. ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലുണ്ട്. അവൻ കുശുമ്പ് കൊണ്ട് പറയുന്നതല്ലേ. നീ പോയി കാപ്പുടിക്ക്. എടുത്ത് മുഴുവനെ കൂടെ ഞണ്ണ. ശങ്കരേട്ടൻ വല്ലതും പറഞ്ഞോമേ? അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ വയസ്സിന്റെ കാര്യത്തിലേ അല്പ വിഷമമേ ഉള്ളൂ. ഓ, ഇനി ജാതകം ചേരാതെ വരുമോ എന്തോ? ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നിന്റെ ജാതകം അവര് ചോദിച്ചു. ശിവശങ്കരൻ അതുകൊണ്ടാ പോയിരിക്കുന്നത്. ആണോ? ആ, ഈശ്വരാധീനം കൊണ്ട് ഈ ജാതകങ്ങളുടെ ഗണം രണ്ടും ഒന്നാ. അതായത് ഗുണം 10 എന്നർത്ഥം. പ്രശ്നമാർഗത്തിൽ ദീർഘദാമ്പത്യത്തിന് 23 പൊരുത്തങ്ങളാ പറയണത്. ഇവിടെ ഭാഗ്യം പോലെ ഒക്കെ ഒത്തു വന്നിരിക്കണു. അടുത്ത കാലത്തൊന്നും ഇത്ര വിശേഷമായിട്ടൊരു പൊരുത്തം ഞാൻ കണ്ടിട്ടില്ല. വേറെ എന്ത് തടസ്സം ഉണ്ടാച്ചാലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ജാതകങ്ങൾ തമ്മിൽ കൂടെ ചേർക്കുക. എല്ലാം ഉത്തമമായിരിക്കും. പിന്നെ നിനക്ക് ആരെയും ഇഷ്ടം അത് പറ. ഇതുവരെ നീ വിചാരിച്ച നടന്നത്. ഇനി എന്റെ മോൾ അങ്ങനെ വിചാരിക്കണ്ട. ഞങ്ങളുടെ തീരുമാനത്തിന് വിലയുണ്ടോന്ന് അറിയണമല്ലോ. എന്താ? അവൾക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന്. ഏക്കും ചൊല്ലൂല്ലാതെ വളർത്തിയതിന്റെയാ. എന്താ മോളെ കാര്യം? അവൾക്ക് അയാളെ ബോധിച്ചില്ല, അത്ര തന്നെ. പ്രായം ലേശം കൂടുതലുണ്ടെന്നല്ലാതെ എന്താ നന്ദകുമാറിന് കുറവ്? നിന്റെ അമ്മയും ഞാനും തമ്മിലുണ്ടല്ലോ 10-12 വയസ്സ് വ്യത്യാസം. പ്രായത്തിന്റെ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കാരണമാ അച്ഛൻ ചോദിച്ചത്. കാരണമൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിന് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. നിന്റെ മനസ്സിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. നീ ഒന്നും മിണ്ടാതിരിക്കും വിജയലക്ഷ്മി. ഞാൻ മിണ്ടാതിരുന്നതാ ഇതിന്റെയൊക്കെ കാരണം. ഇപ്പൊ അനുഭവിക്കേ. മക്കളെ നിലയ്ക്കും വിലയ്ക്കുമല്ല വളർത്തിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മേനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരന്റെ പ്രാരാബ്ധങ്ങൾ ഒന്നും അറിയിക്കാതെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ ഒരാഗ്രഹങ്ങൾക്കും ഈ അച്ഛൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അച്ഛൻ ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ അച്ഛനൊരു തീരുമാനമെടുത്താൽ മോൾക്കത് സ്വീകാര്യമാവും എന്നാ അച്ഛൻ കരുതിയത്. ആദ്യം തന്നെ ഞാൻ അയാളെ വെറുത്തുപോയി. ഇനി എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ലാതെ ഒരാളുടെ വെറുപ്പ് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നന്ദകുമാറിന് സ്വന്തമായൊരു ജോലിയുണ്ട്, സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, സ്വന്തമായ ആദർശവും അഭിപ്രായമുള്ള ചെറുപ്പക്കാരൻ, വീട്ടിൽ വേറെ ബാധ്യതകളില്ല. മകൾക്കൊരു ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരച്ഛനിൽ കൂടുതൽ എന്താ ആലോചിക്കാനുള്ളത്? അച്ഛൻ പറയുന്നതെല്ലാം ശരിയായിരിക്കും. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ആതിരേ, മോളെ, മോൾക്ക് ഇങ്ങനൊരു ആലോചന നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മോൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്ന് കൂടി കണ്ടപ്പോ അച്ഛൻ വാക്ക് കൊടുത്തുപോയി. അച്ഛനെ ഇത് മാറ്റി പറയണോ? മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കും.
പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ആലോചിച്ച് നോക്കിയപ്പോ അവള് പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കണോ? നീ എന്താണ് പറയുന്നത്? അവളുടെ ഭാവിയുടെ സുരക്ഷിതത്വമല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിൽ കൂടുതലായിട്ട് ഒരു മകൾക്ക് വേണ്ടി അച്ഛനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം? അത് ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ എപ്പോ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്നും മുട്ടിയിട്ട് ഇങ്ങനെ അകത്തോട്ട് ഇറങ്ങാൻ. പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തഴയാനുള്ള ശ്രമം തുടങ്ങി. എന്താ എനിക്കൊന്നും പറ്റുകയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തെ രൗദ്രഭാവം മാറില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കുറെ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നു തരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. വെരി വെരി സോറി, അതിനല്ല. പിന്നെ അതിനെ അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു കളി കയറി വന്നേ? എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയത്. അമ്മേ പാൽപ്പാട. എന്തെടുക്കുക? മുഖം തുടക്കളിയാ. എന്താ രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ജമാൽ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു? അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്ക. ആർക്ക്? അല്ല, എന്റെ. കേസ് കെട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് കരുതിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നാളെ ഏതൊക്കെയാ കേസ്? CP 38/87, CP 52 അതൊക്കെ പറയൂ. CP 22/88, സെഷൻസ് 3/90, സെഷൻ 2 മതി മതി മതി. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുറക്കണം. മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ല ഇത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ. അതിന് നമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. പോമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താൻ ഇവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ. അതെനിക്കറിയാടോ. അറിയാം. സാറും നന്ദകുമാർ സാറും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിനെ വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാതെ പറയണേ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പോഴും ഒരു എടാ പോടാ ബന്ധമാണുള്ളത്. പണ്ടുണ്ടതും പാളയെ തൂറിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഇവനെ ഗുമസ്തരാക്കിയ വക്കീലിലും വരും ലൂസ് മോഷൻ. എടോ എന്താ വാണം പോലെ പോകാതെ നിക്ക്. നീ എപ്പോ ഫ്രീ ആവും? കോടതി പരിസരത്ത് വെച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നത് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വെറും ബെഞ്ച് ക്ലാർക്ക്. ഐ ആം ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. സോറി, ഞാൻ മറന്നു. ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. നീ എപ്പോ ഫ്രീ ആവും? സോറി സാർ, എപ്പോ ഫ്രീ ആവും? 2 ദിവസം കഴിയും. ഒരു അർജന്റ് മാറ്റർ പറയാനാ വന്നത്. പറയൂ. സാരമല്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പൊ ഞാൻ പറയാം. എടാ, തമാശ വിളമ്പാതെ കാര്യം എന്ന് വെച്ചാ പറ.
നിന്റെ ഗുമസ്തൻ സോറി സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാലിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കും നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറച്ചു വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം ഇടപെടണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? സോറി ആമ്പിള്ളേര് Idiot. ഗുലുമാല എന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നുന്നു. ഹലോ ചങ്ങാതി, എന്താ കണ്ണണ്ടൂടെ? എന്താ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? പിന്നെ മരത്തിന്റെ മുകളിൽ കയറിയിക്കണോ? നീ അതും അതിലപ്പുറം ചെയ്യും, കേറ്. പിന്നെ ഈ തലവേദന ഒഴിഞ്ഞു പോയെന്ന് കരുതി ആശ്വസിച്ചിരിക്കായിരുന്നല്ലേ? അതിന് നീ ഒരു തലവേദനയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ലല്ലോ. വക്കീലിനെ ഒഴിവാക്കാൻ ഭാനുവേട്ടനായിരുന്നല്ലോ പ്രയാസം. ആരുടെ സഹായം കൂടാതെ ആ പദ്ധതി ഞാൻ തന്നെ നിറവേറ്റി. എങ്ങനെ? എന്റെ സ്വഭാവ വിശേഷങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഒരു കത്തങ്ങ് കാച്ചി. അത് മിക്കവാറും ഇന്ന് എന്നെ വക്കീലിന്റെ കൈ കിട്ടും. അതോടെ ആതിര നന്ദകുമാർ കല്യാണ നിശ്ചയം ഡൂം. സൂചിച്ചില്ലേ? നന്നായിട്ട് സുഖിച്ചു. ഈ മാസം സമരം വേണ്ടാന്ന് വെച്ചോ? ആ നന്ദകുമാർ അഡ്വക്കേറ്റ് പ്രേമലേ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാനൊരു ജോത്സ്യനെ കാണിച്ചു. ഒരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കരുതെന്നാ ജോത്സ്യൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാര് പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകലില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാറെനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ? അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു? നമുക്ക് അങ്ങ് നടത്താം. അതെങ്ങനെ നടത്തുകേ? പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകം ഒന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം അത് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ ജാതകോ? അതിന് എവിടെ ചെന്ന് തപ്പം? ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാനത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് എഴുതാം. ആ നാളെന്താന്നാ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിൽ നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട.